ആധുനിക ലോകത്ത് ജനങ്ങളെ മാനസികമായും ശാരീരികമായും വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രോഗമാണ് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ. ഇന്ത്യയിലെ പ്രശസ്തരായ പല വ്യക്തികളും വിഷാദരോഗത്തിന് അടിമകളായിരുന്നു എന്നതും കാലക്രമേണ അവരതിൽ നിന്ന് മുക്തി നേടിയതുമെല്ലാം വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആൺപെൺ ഭേദമില്ലാതെ എല്ലാവരിലും വിഷാദരോഗം ബാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ തിരക്കുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വിഷാദ രോഗികളുടെ എണ്ണവും നാൾക്കുനാൾ കൂടി വരികയാണ്. തനിക്ക് വിഷാദരോഗം പിടിപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നത് മറ്റ് പല രോഗാവസ്ഥകളുമായി ആശുപത്രിയിലെത്തുന്നവരിൽ 10% ആളുകളുടെയും യഥാർത്ഥ പ്രശ്നം വിഷാദരോഗമാണെന്ന് പിന്നീട് തിരിച്ചറിയുന്നു. തീരെ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധജനങ്ങളെ വരെ പിടിപെടുകയും കൃത്യസമയത്ത് രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗാവസ്ഥയുമാണ് വിഷാദരോഗം. രോഗിയുടെ ചിന്തകളെ ബാധിച്ച് അതിലൂടെ അവരുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ഗുരുതരമായ രോഗമാണിത്. മനുഷ്യന്റെ ഭക്ഷണ രീതി, ഉറക്കം, വ്യക്തിത്വം എന്നിവയെ കടുത്ത തോതിൽ ബാധിക്കുമ്പോഴാണ് വിഷാദം രോഗമായി മാറുന്ന സാഹചര്യമുണ്ടാവുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിലെ സമ്മർദ്ദങ്ങൾ, ഇഷ്ടപ്പെട്ടവരുടെ സ്നേഹം നഷ്ടമാകുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ, കൗമാരക്കാർക്ക് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാതെ വരുമ്പോൾ, ഇങ്ങനെ പല കാരണങ്ങൾ വിഷാദ രോഗത്തിലേക്ക് നയിക്കാം. ആദ്യം തന്നെ തന്നിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ പൂർണ്ണമായും രോഗം ചികിത്സിച്ച് ഭേദമാക്കാനാകും. രോഗനിർണയത്തിന് ശേഷം സൈക്കോതെറാപ്പിയിലൂടെയും ഔഷധ ചികിത്സയിലൂടെയും പൂർണ്ണമായും മാറ്റാനാകും. വിഷാദം എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. പ്രായവും ലിംഗഭേദവും പരിഗണിക്കാതെ ആരെയും ബാധിക്കാം. എന്നിരുന്നാലും ശരാശരി കൗമാരത്തിന്റെ അവസാനത്തിലോ 20കളുടെ മധ്യത്തിലോ ആണ് ഇതാദ്യം പ്രത്യക്ഷപ്പെടുന്നത്. കൂടാതെ പ്രത്യേക മാനസികാവസ്ഥ പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നതും. വിഷാദരോഗം 2 ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കും. ചിലപ്പോൾ ഈ അവസ്ഥ നിരവധി മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ, ചിലപ്പോൾ വർഷങ്ങൾ പോലും നിലനിൽക്കും. വിഷാദരോഗത്തെ പറ്റി സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന അജ്ഞത, ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത് ചികിത്സ തേടാനുള്ള വിമുഖത, മനോരോഗ വിഭാഗത്തോടും ഡോക്ടറോടും രോഗിയോടുമുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട്, മനോരോഗ വിദഗ്ധരുടെ കുറവ് തുടങ്ങിയവയാണ് വിഷാദരോഗ ചികിത്സ നേരിടുന്ന മുഖ്യ വെല്ലുവിളികൾ. കൃത്യമായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും രോഗിയെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. പലപ്പോഴും ഒരു ജീവൻ പൊലിയുന്നത് കൃത്യസമയത്ത് രോഗിയോ ഉറ്റവരോ സമൂഹമോ വിഷാദരോഗത്തെ അറിയാതെ പോകുന്നതുകൊണ്ടും ചികിത്സയ്ക്ക് താല്പര്യം കാണിക്കാത്തതുകൊണ്ടുമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് അഭികാമ്യമല്ല ആ പ്രവണത. വിഷാദരോഗത്തിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അവഗണിക്കാതെ സഹായം കണ്ടെത്താൻ ശ്രമിക്കുക. കൃത്യസമയത്ത് ഒരു ഡോക്ടറെ കാണുന്നത് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ജീവിത രീതിയെ മാറ്റുകയും ചെയ്യും. വിഷാദരോഗം മാറ്റാൻ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായം വളരെ അത്യാവശ്യമാണ്.